അപ്പം ഒന്ന് നമ്മളൊന്ന് പറമ്പിലേക്കൊക്കെ ഇറങ്ങിയതാണ്. ഇത് മലായി ചീര എന്ന് പറയും, ഷുഗർ ചീര എന്ന് പറയും. ഇത് നല്ല ടേസ്റ്റാണ് ഉപ്പേരി വയ്ക്കാൻ. അപ്പോൾ നമുക്കിത് കുറച്ച് പൊട്ടിക്കാം. ഇന്നലെ നല്ല മഴയായ കാരണം ഇതൊക്കെ ഒടിഞ്ഞ് വീണു. അപ്പം ഇതൊക്കെ ഒന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ച്. നമുക്കൊരു ചക്ക ഇടാൻ പോകണം. ഒരു ചക്ക ഇടാം. നമ്മളെ വീട്ടിലെ പ്ലാവുമ്മ ആദ്യമായിട്ടുണ്ടായ ചക്കയാണ്. ഇപ്പോൾ ചക്ക ഇടാൻ പോണത് ഈ ചക്കയല്ല, വേറെ ചക്കയാണ്. നമുക്കൊരു ചക്ക ഇട്ടിട്ട് വരാം. മേമയുടെ പറമ്പിൽ ചക്ക ഉണ്ട്, അപ്പോൾ അത് ഇട്ടാൻ പോവുകയാണ്. ചക്ക കാക്ക കൊത്തി കിടക്കണം. ഈ മുകളിൽ 2 ഉണ്ട്, അപ്പോൾ അതൊന്ന് ഇട്ടൊക്കെ നമുക്ക്. ഇതൊക്കെ നാശമായി കിടക്കണം. അങ്ങനെ വലിച്ച അങ്ങോട്ട് പോവുമോ? അതിലേക്ക് പോയാൽ എടുക്കാൻ പണിയത് അല്ലേ? എടുത്തേ അത് കുളത്ത് പൊട്ടി കുട്ടി. അപ്പം നമുക്കതൊന്ന് വരിച്ച് നോക്കാം. ചക്കട്ടുണ്ട്, 2 വീണുണ്ട്. ചക്ക വീണുണ്ട്. ഇപ്പം ചക്ക മുറിക്കുക. നല്ല മണം വരുന്നുണ്ട്, പഴുത്ത മണം വരുന്നുണ്ട്. മുറിച്ച് വെക്കാം. നമ്മളെ മുമ്പിലിരിക്കണത് വെറും ചക്കപ്രാന്തികളാണ്. 2 ഭയങ്കര ഇഷ്ടമാണ് ചക്ക. അപ്പോൾ ഇതിൻ്റെ മണം കേട്ടപ്പോൾ തുടങ്ങിയതാണ് മുറുക്കി മുറുക്കി എന്ന് പറയല്. നല്ല കറക്റ്റ് പാകം. ഇപ്പം ഒന്ന് മുറിച്ചത് നന്നായി. പഴുപ്പ് ഏറിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പം നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ചക്കയാണ്. നല്ല പഴുത്തിട്ടുണ്ട്. 2 ചക്കപ്രാന്തന്മാരും ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? ചക്ക നല്ല കറക്റ്റ് പഴുപ്പാട്ടാ. ഇത് ഇന്ന് ഇട്ടത് നന്നായി, അല്ലെങ്കിൽ ഉണ്ടല്ലോ നാശമായി പോയായിരുന്നു. ജാനി വെക്കേഷന് പോയിട്ട് ഇതന്ന് വന്നിട്ടേ ഉള്ളൂ. കുറേ ദിവസമായിട്ട് ജാനി നമ്മളെ വീഡിയോയിൽ ഉണ്ടാവാറില്ല. നമ്മുടെ വീട്ടിലേക്ക് വിരുന്ന് പോയടക്കായിരുന്നു അല്ലേ ജാനി കുട്ടിയെ? എവിടെ വീട്? നമ്മുടെ വീട് എവിടെയാ? വേങ്ങയൂര്, കോഴിക്കോട് അല്ലേ? ചക്ക മധുരണ്ടാ? ഇതിൻ്റെ മുന്നേ നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു ചക്ക കൊണ്ട് അലുവ ഉണ്ടാക്കണത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അവരോട് ക്യാമറ നോക്കി ചക്ക നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊന്ന് പറയാൻ പറഞ്ഞതാ. അവരാ പറഞ്ഞത് അതുപോലെ സ്കൂളിൽ പറയും പോലെ പറഞ്ഞു. ഇവിടെ മക്കൾക്കൊന്നും അങ്ങനെ പഴുത്ത ചക്ക ഇഷ്ടമല്ല. എന്നാലും എല്ലാവർക്കും ഒരേ കഷ്ണം കൊടുക്കാം നമുക്കപ്പോൾ. അവർക്ക് ചക്ക വറുത്തതാ ഇഷ്ടം, പഴുത്തത് അത്ര ഇഷ്ടമല്ല. ഇവർക്ക് 2 പഴുത്തതാ നല്ല ഇഷ്ടം അല്ലേ? ഇവർക്ക് 2 പഴുത്തതാ നല്ല ഇഷ്ടം. ചാന്ത് തൃശ്ശൂർ പൂരത്തിന് പോയിട്ട് ക്ഷീണിച്ച് വന്നിടക്കുകയാണ്. ഇപ്പൊ ചാന്തൊന്ന് തൃശ്ശൂർക്ക് പോയർക്കായിരുന്നു കേട്ടോ. നാളെയാണ് തൃശ്ശൂർ പൂരം. പക്ഷെ അവള് ഫ്രണ്ട്സിനായിട്ടൊന്ന് പോയിട്ട് വന്നതാണ് അവിടേക്ക്. ഇപ്പൊ ചക്ക മുറിച്ചിട്ടുള്ളത് കൊണ്ട് എല്ലാവർക്കും ഓരോ ചെറിയ കഷ്ണം കൊടുത്ത്. പഴുത്തത് എപ്പോഴും അങ്ങനെ കിട്ടാറില്ലല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്.
ചക്കത്തുനിന്ന് ഹനിയും ജാനിയും തമ്മിൽ അടിയടക്കി. ശാന്തു അവിടെ തൃശ്ശൂര് പോയ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ ഇപ്പൊ ചക്ക കൊണ്ട് അട ഉണ്ടാക്കാന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വിരക അതിനൊന്നുള്ള ചക്കയൊന്നും ഇല്ല. അവരെന്നെ ഇപ്പൊ ഇരുന്ന് കഴിച്ചു. കുറച്ച് ദിവസം മുന്നേ അതുപോലെ ഒരു പഴുത്ത ചക്ക കിട്ടിയപ്പോ ഞങ്ങൾ അതുകൊണ്ട് അടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 2 ചക്കട്ടയില് ഒരെണ്ണേ മുറിച്ചിട്ടുള്ളൂ. അപ്പൊ ഇനി മറ്റത് പഴുത്തിട്ടുണ്ടോന്ന് അറിയില്ല. ഇത് നല്ല മണമുള്ള കാരണം ഇപ്പൊ ഒന്ന് മുറിച്ചു നോക്കിയതാ. ഇനി അത് പഴുക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് അട ഉണ്ടാക്കണ ഒരു വീഡിയോ ഇടാം. കുറച്ച് ദിവസം മുന്നേക്കെ ഇടുമായിരുന്നെങ്കിൽ നമുക്ക് വറക്കാൻ നല്ല പാകമായിരുന്നു കേട്ടാ. അന്ന് ഇട്ടില്ല, അതായിട്ടുണ്ടാവില്ല വിചാരിച്ചിട്ട്. ഇത് ഇത്ര വേഗം പഴുക്കൊന്നും വിചാരിച്ചില്ല. ചക്ക ഇരുന്ന് മുറിച്ചിട്ട് ഇക്കും വയ്യാണ്ടായി. പച്ചച്ചക്കയാണെങ്കിൽ ഇവരൊക്കെ സഹായിക്കും. പഴുത്തതായപ്പോൾ ആരും ഒന്നും തൊടുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഷട്ടിൽ കളിക്കേണ്ട നേരമാണ്. ആ നേരത്താണ് ഇപ്പോൾ ചക്ക മുറിക്കുന്നത്. അപ്പം മതി മതി എന്ന് പറയുന്നുണ്ട്. ഇവർക്കൊക്കെ കളിക്കാനുള്ള നേരമായി. അപ്പോൾ നമ്മളെ ഷീജ ആദ്യം പോകുന്നുണ്ട്. അപ്പോൾ അവൾക്കൊരു കഷ്ണം കൊടുക്കാച്ചിട്ട് അവളെയും വിളിച്ചിട്ടുണ്ട്. പഴുത്തതായ കാരണം എല്ലാവരും കെട്ടിക്കോട്ടെ ഒരേ കഷ്ണം വിചാരിച്ച്. അപ്പോൾ അവളിപ്പോൾ വരാമെന്ന് പറഞ്ഞു. ജാനിക്കുട്ടി അച്ചമ്മയ്ക്ക് കൊണ്ടെടുത്തിട്ട് വന്നു. അപ്പോൾ ഒരു കഷ്ണം ഷീജയ്ക്കും കൊടുത്ത്. ഷീബയ്ക്കും ഒരു കഷ്ണം അവളുടെ കയ്യിൽ തന്നെ കൊടുത്തയച്ചു. അപ്പോൾ പിന്നെ ഇനി അങ്ങോട്ട് പോകണ്ടല്ലോ. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പിലിടും ചക്കൊക്കെ കിട്ടിയാൽ പറഞ്ഞിട്ട് വരാറുണ്ട്. ഇപ്പം പിന്നെ 5 മണിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെക്കണ നേരമൊക്കെ ആയി. അപ്പോൾ പിന്നെ അത് കാരണം ആരും വന്നില്ല. ഇത് നാളേക്ക് വെച്ചാൽ പഴുപ്പ് അധികമായിട്ടാകെ നാശാവും. അപ്പം അത് കാരണം ഇപ്പം ഈ നേരത്ത് മുറിച്ചത്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇത് മുറിക്കില്ല. ഞാൻ വീഡിയോ എടുക്കുക പറഞ്ഞവിടെ എല്ലാവരും മാറി നിൽക്കും. അവരെ കയ്യിൽ പെടുമെന്ന് വിചാരിച്ചിട്ടേ. അത് കാരണമൊക്കെ ഒളിച്ചിക്കുക. ഈ നേരത്തൊന്നും ചക്കരിന്ന് മുറിക്കില്ല, അത്ര എളുപ്പമല്ല. നല്ല കൊതുക. എനിക്ക് തന്നെ മതിയായി. മുറിക്കും ചെയ്യും. ഇരുന്നിട്ട് കാലൊക്കെ തരിച്ചു തുടങ്ങി. വൈബു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കഷ്ണം വൈബുവിനും കൊടുത്തയച്ചു. ഐശ്വര്യ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ്. വൈബുവിന് വീഡിയോ എടുക്കണ കണ്ടപ്പോൾ തന്നെ പിന്നെ അവന് വഷളായി തുടങ്ങി. അവൻ ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാ ഇത് വീഡിയോ എടുക്കണെന്നൊക്കെ. വ്ളോഗ് ഇടാനാന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഹായ് ഒക്കെ തന്നിട്ട് അവൻ അങ്ങനെ പോയി. എന്നും ഈ നേരമായ അമ്പിളും അമ്പാടിയൊക്കെ ഉണ്ടാവാറുള്ളത്. അന്ന് 2 വന്നിട്ടില്ല. ചക്കമുറി അങ്ങനെ ഒരു വിധത്തിൽ അങ്ങോട്ട് അവിടെ അവസാനിപ്പിച്ച്. പിന്നെ ഇവരുടെ കളി തുടങ്ങി. ഇനിയിപ്പോൾ കളി തുടങ്ങി ഒരു 7 മണി 8 മണി വരെയൊക്കെ ഇവരെല്ലാവരും കളിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ.